ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ മിഥുന കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുന കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, 2-ൽ ചൊവ്വ, 3-ൽ കേതു, 9-ൽ രാഹു, 10-ൽ ശനി, 11-ൽ ശുക്രൻ, 12-ൽ സൂര്യനും ബുധനും. പൊതുവെ ഗ്രഹസ്ഥിതികൾ വലിയ അനുകൂലമല്ലെങ്കിലും എന്നിരുന്നാലും സൂര്യചാരവാസാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന സമയത്ത് ഉള്ളതിൽ വെച്ച് കുറച്ചൊരു ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുവെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന തൊഴിലുകളെല്ലാം മന്ദത നീങ്ങി ഒരു ലെവലിൽ ഒരു സ്റ്റെപ്പായിട്ട്, അതായത് നമ്മൾ കുറേ സ്റ്റെപ്പുകൾ കയറി മടുത്ത് അവിടെ ഇരുന്ന് ഏകദേശം അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം വീണ്ടും പടി കയറുന്ന സമയത്ത് ഒരു മന്ദഗതിയിൽ കയറുവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ആ മന്ദഗതിയിൽ കയറി പോകാൻ, ഇടയിൽ നിൽക്കാതെ കയറി പോകാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഉദാഹരണം പറഞ്ഞാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയാം. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ജന്മവ്യാഴമാണ്. മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നത് നല്ലതാണ്. ജാതക പരിശോധന നടത്തേണ്ടത് വളരെ ഏറ്റവും ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് ജാതക പരിശോധന നടത്തേണ്ടത്. 2-ൽ ചൊവ്വയാണ് നിൽക്കുന്നത് മിഥുന രാശിക്കാർക്ക്. അത് കാരണം 2-ൽ ചൊവ്വ നിൽക്കുന്നത് ധനത്തിൻ്റെ നാശം ചെയ്യും, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറയാം. അത് കാരണം കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ധനം ചിലവാക്കുന്നതിലും ശ്രദ്ധ വേണം. ആവശ്യത്തിന് ചിലവാക്കിയേ പറ്റുള്ളൂ. എന്നിരുന്നാലും പറയണം, 3-ൽ കേതു അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് സഹായഹസ്തങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് കഴിയുന്ന ചില സമയങ്ങളിൽ ധനത്തിന് ആവശ്യം വരുമ്പോൾ സഹായഹസ്തങ്ങളായി ആരെങ്കിലും വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ധനം വന്ന് ചേരും എന്നൊക്കെയാണ് പറയുന്നത്. 4-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ 12-ാം ഭാവത്ത് നിൽക്കുന്ന കാരണം ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭവനം വിൽക്കണം എന്ന് തീരുമാനിക്കുകയും, അല്ലെങ്കിൽ ഭവനം ജപ്തി ചെയ്യണം എന്ന് തീരുമാനിക്കുകയും, അല്ലെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറെടുക്കുകയും, ഭവന ലോണ് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയങ്ങളിലെല്ലാം അതെല്ലാം ചിലപ്പോൾ ഭാഗ്യവശാൽ ചിലപ്പോൾ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള ശക്തി വളരെ കൂട്ടേണ്ട ഒരു സമയമാണ്. പ്രജ്ഞാബന്ധ വിവേകശക്തി, അത് ബുദ്ധി പറഞ്ഞാൽ നമ്മുടെ സ്വയം ബുദ്ധി. മിഥുന രാശിക്കാരാണ്, ബുദ്ധിയുള്ളവരാണ്. എന്നിരുന്നാലും ബുദ്ധിപരമായിട്ട് നന്നായി ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള സാമ്യമാണ്. അതുപോലെ 6-ാം ഭാവം തസ്കരാരാതി വിഘ്നാതി വ്യാധിയെ തണിച്ചത് എന്താണ്? ഒരുപാട് വ്യാധികൾ, അതായത് അസുഖങ്ങളും മറ്റുള്ളതൊക്കെ അനുഭവിച്ച് വന്നവരാണ് ഇവർ എന്നുള്ളത് അറിയാം. ഇനി അതുപോലെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ചെയ്യട്ടെ. അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 6-ാം ഭാവം രോഗസ്ഥാനമാണ്. രോഗം വർദ്ധിക്കാതെ നോക്കുക. ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഉള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ തണുപ്പാണെങ്കിൽ തണുപ്പിനനുസരിച്ചിട്ടുള്ള ചുടുവെള്ളം കഴിക്കുക. ഒരുപാട് ചൂടാണെങ്കിൽ അധിക ചൂടുള്ള വെള്ളം കുടിക്കരുത് എന്ന് തന്നെ പറയുക. ശീതളപാനീയങ്ങളോ ഫ്രൂട്ട്സുകളോ മറ്റുള്ളതൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പോഷകാഹാരം ശരീരത്തിൽ ചേർത്തേണ്ടത് വളരെ ആവശ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത കുറച്ചൊക്കെ വർദ്ധിക്കാൻ സാധ്യത ഇതുവരെ ഇല്ലാത്തത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നാശനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ ശനിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശനി വന്നിട്ട് 10-ാം ഭാവത്തിൽ കണ്ടക ശനിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ തുടക്കമാണ്. അത് കാരണം ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ശാസ്ത്ര ഭജനമോ നീരാഞ്ജനമോ, വീട്ടിൽ വെച്ച് നീരാഞ്ജനമോ, അല്ലെങ്കിൽ അമ്പലത്തിൽ നീരാഞ്ജനത്തിനോ വഴിപാടിനോ എല്ലാം കൊടുക്കുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. മന്ത്രങ്ങൾ അറിയുന്നവരാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ നീരാഞ്ജനം നമുക്ക് നടത്താം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ ശുക്രൻ അനുകൂല സ്ഥാനം നിൽക്കുന്ന കാരണം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ വരില്ല. വാഹന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ചുകൂടെ അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും കുറേയേറെ അനുഭവങ്ങളൊക്കെ കണ്ട് ഇതിൽ സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ളതും
സയൻസ് സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള ആളുകൾക്കെല്ലാം കുറേയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുറേ കാര്യങ്ങളായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്നവർക്കെല്ലാം തടസ്സങ്ങൾ മാറി തടസ്സങ്ങൾ മുതിർന്നു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സന്താനങ്ങൾക്കെല്ലാം ഉയർച്ച വരുവാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമം പാഴാകാതിരിക്കട്ടെ. ദൈവാനുഗ്രഹ വർധനയ്ക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെത്താൻ വന്നുകൊള്ളും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുന്നതും അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം മനഃപ്പാഠപരമായിട്ട് ചെയ്യുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിലൂടെയാണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് ഞാൻ പറയാം. അതായത് മിഥുനക്കൂറുകാർക്ക്, മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴവും കണ്ടകശനിയും ഒരുമിച്ച് വരുന്ന സമയമാണ്. സ്ഥാനഭ്രംശത്തിനെല്ലാം ചില സാധ്യതകളെല്ലാം ഉണ്ടാവും. സ്ഥാനഭ്രംശം ആവശ്യമാണെങ്കിൽ മാത്രം ചിന്തിച്ച് കൈകാര്യം ചെയ്യുക. ജോലിയിലാണെങ്കിലും ഇരിക്കുന്ന സ്ഥലത്തിലാണെങ്കിലും. അതായത് നമ്മൾ ചിലപ്പോൾ വീട് വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സ്ഥാനഭ്രംശമാണ്. അതുപോലെ തന്നെ ജോലി നിർത്തിപ്പോകാൻ ഇരിക്കാൻ സ്ഥാനഭ്രംശമാണ്. അതല്ല ജോലി മാറ്റങ്ങൾ വരുവാൻ ട്രാൻസ്ഫർ ജോലി ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അത് സ്ഥാനഭ്രംശമാണ്. അങ്ങനെയുള്ള സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ജാതക പരിശോധന നിർബന്ധമാണ്. തീർച്ചയായിട്ടും അതൊന്ന് പരിശോധിച്ചോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ പരിശോധിക്കുന്ന വിധം അതിനുള്ള പരിഹാരങ്ങളും ജാതകത്തിലുള്ള ദോഷങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. ഗുണാനുഭവങ്ങളാണെങ്കിൽ ദോഷവശങ്ങളൊന്നും വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും മകീരത്തിൻ്റെ നക്ഷത്രക്കാർക്ക് ഭഗവത് സേവ ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നതും, തിരുവാതിര നക്ഷത്രക്കാർക്ക് നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ ആയില്യ പൂജ അല്ലെങ്കിൽ നക്ഷത്രവസല തിരുവാതിര ദിവസം നാഗപൂജ നടത്തുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. പുണർത നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാവിഷ്ണുവെങ്കിൽ ത്രികാല പൂജയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജയോ അല്ലാത്ത പക്ഷം തുളസിമാലയോ പാൽപ്പായസമോ മഞ്ഞപ്പട്ടോ പ്രതിദാന മാസത്തിലൊരു വ്യാഴാഴ്ച ചെയ്യുന്നത് മൂലം ദൈവാനുഗ്രഹം വർദ്ധിക്കുകയും ജന്മവ്യാഴത്തിൻ്റെ ദോഷം ശമിക്കുകയും ചെയ്യും. കണ്ടകശനിക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നീരാഞ്ജനം വഴിപാടിന് കൊടുക്കുക. എല്ലാ ആഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി ഒരു എള്ള് തിരിയെങ്കിലും കഴിക്കുക. പക്ഷെ മാസത്തിൽ ഒരു പ്രാവശ്യം നീരാഞ്ജനം നിർബന്ധമായിട്ടും കഴിക്കുക. വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ വെച്ചിട്ടും ചെയ്താൽ മതി. നമസ്കാരം.